കേശു ഒരാറു പിശുക്കനായിരുന്നു. ഒരിക്കൽ കേശു ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് നെയ്യപ്പത്തിന്റെ മണം വന്നു. കേശുവിന് നെയ്യപ്പം തിന്നാൻ കൊതിയായി. അയാൾ വേഗം വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞു, എടി എനിക്ക് നെയ്യപ്പം തിന്നണം. അപ്പം ഭാര്യ പറഞ്ഞു, നന്നായി, എനിക്കും തിന്നാൻ കൊതിയുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കാം, മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ കൊടുക്കാം, അയൽക്കാർക്കും കൊടുക്കാം. കേശു പറഞ്ഞു, വേണ്ട വേണ്ട, അയൽക്കാർക്കൊന്നും കൊടുക്കാൻ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വീട്ടുകാർക്ക് മാത്രം ഉണ്ടാക്കാം. കേശു പറഞ്ഞു, അതും വേണ്ട, വീട്ടുകാർക്കും ഉണ്ടാക്കണ്ട, എനിക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി. ഭാര്യയ്ക്ക് ദേഷ്യം വന്നു. പിന്നെ കേശുവിൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അവർ പറഞ്ഞു, ശരി, ഞാൻ ഉണ്ടാക്കാം. അങ്ങനെ അവർ മാവ് കുഴച്ചു. മാവ് കുഴച്ചപ്പോൾ കേശു അടുക്കളയിൽ ചെന്ന് പറഞ്ഞു, ഇവിടെ നിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ മണം വരും, എല്ലാവരും മണം പിടിച്ച് തിന്നാൻ വരും, അതുകൊണ്ട് നീ മാവ് എടുത്തോ, നമുക്ക് കാട്ടിപ്പോയി ഉണ്ടാക്കാം. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് കേശുവും ഭാര്യയും കൂടെ കാട്ടിലേക്ക് പോയി. കാടിനടുത്തൊരു മൈതാനം ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടുപോയി കേശുവും ഭാര്യയും കൂടെ നെയ്യപ്പം ചുടാൻ തുടങ്ങി. അപ്പോൾ തൊട്ട് പിന്നിൽ ഒരു സന്യാസി നിൽക്കുന്നു. കേശുവിന് ദേഷ്യം വന്നു. നെയ്യപ്പം ചുടാൻ നിൽക്കുമ്പോഴാണ് സന്യാസിയുടെ വരവ്. ഇനി ഇയാൾക്ക് കൊടുക്കാതെ പറ്റുമോ? കേശു അവരോട് പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല, ഇവിടെ നിൽക്കേണ്ട, ഞങ്ങൾ നെയ്യപ്പം തരാനൊന്നും പോകുന്നില്ല. സന്യാസി അനങ്ങിയില്ല, ഒന്നും മിണ്ടിയില്ല. അപ്പോൾ കേശു പിന്നെയും പറഞ്ഞു, ഞാൻ നെയ്യപ്പം തരത്തില്ല, ഇവിടെ നിൽക്കേണ്ട. അപ്പോഴും സന്യാസി അനങ്ങിയില്ല. അപ്പോൾ ഭാര്യ കേശുവിനോട് പറഞ്ഞു, അയാളെ പിണക്കണ്ട, എന്തായാലും ഒരു സന്യാസിയല്ലേ, നമുക്കൊരു ചെറിയ നെയ്യപ്പം ഉണ്ടാക്കി അയാൾക്ക് കൊടുക്കാം, അയാൾ പൊക്കോട്ടെ. അങ്ങനെ കേശുവിൻ്റെ ഭാര്യ ഒരു ചെറിയ നെയ്യപ്പത്തിനുള്ള മാവെടുത്ത് എണ്ണയിൽ ഒഴിച്ചു. പക്ഷെ ഉണ്ടായി വന്നത് ഒരു വലിയ നെയ്യപ്പമാണ്. നെയ്യപ്പത്തിൻ്റെ വലിപ്പം കണ്ടപ്പോൾ കേശു പറഞ്ഞു, വേണ്ട വേണ്ട, വലിയ നെയ്യപ്പൊന്നും അയാൾക്ക് കൊടുക്കണ്ട, ചെറുത് കൊടുത്താൽ മതി. ഭാര്യ രണ്ടാമതും മാവ് ഒഴിച്ചു. കുറച്ച് മാവേ ഒഴിച്ചുള്ളെങ്കിലും ഉണ്ടായി വന്നത് ഒരു വലിയ നെയ്യപ്പം. കേശുവിൻ്റെ ഭാര്യ പറഞ്ഞു, ഈ സന്യാസി അത്ര നിസ്സാരക്കാരനല്ല കേട്ടോ. കേശു പറഞ്ഞു, നീ ഒരു ചെറിയ നെയ്യപ്പം ഉണ്ടാക്കുക, നിനക്ക് ഉണ്ടാക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ലേ. അങ്ങനെ കേശുവിൻ്റെ ഭാര്യ വീണ്ടും മാവ് ഒഴിച്ചു. അപ്പോഴും ഉണ്ടായി വന്നത് വലിയ നെയ്യപ്പമാണ്. എത്ര ഒഴിച്ചിട്ടും മാവൊട്ട് തീരുന്നതുമില്ല. പാത്രത്തിൽ പിന്നെയും മാവ് ബാക്കിയാണ്. അവർ കേശുവിനോട് പറഞ്ഞു, നിങ്ങളധികം കളിക്കാൻ നിൽക്കേണ്ട, ഒരു നെയ്യപ്പം എടുത്ത് അയാൾക്ക് കൊടുക്കുക, അയാൾ പൊക്കോട്ടെ. അപ്പോഴേക്കും ഭാര്യ 10-15 നെയ്യപ്പങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. അതിലെ ഏറ്റവും മുകളിൽ നിന്ന് നെയ്യപ്പം എടുത്തിട്ട് ഈ സന്യാസിക്ക് കൊടുക്കാമെന്ന് കരുതി കേശു എടുത്തപ്പോൾ ആ നെയ്യപ്പത്തിനോട് ബാക്കിയുള്ള നെയ്യപ്പങ്ങളെല്ലാം ഒട്ടിപ്പിടിച്ച് എല്ലാം കൂടി ഒരുമിച്ചേ വരുന്നുള്ളൂ. എത്ര ശ്രമിച്ചിട്ടും ഒറ്റ നെയ്യപ്പമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. കേശു ഒന്ന് വലിച്ച് പറിച്ചെടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അടി തെറ്റി താഴെ വീഴുകയും ചെയ്തു. ഈ സന്യാസി നിസ്സാരക്കാരനല്ല എന്ന് മനസ്സിലാക്കിയ കേശു ഉടനെ ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ സന്യാസി പറഞ്ഞു, എൻ്റെ ഗുരു കുറച്ച് അപ്പുറത്താണ് താമസം, ഞങ്ങളുടെ ആശ്രമത്തിൽ കുറേ ശിഷ്യന്മാരുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നവരുണ്ട്, അവർക്ക് ഭക്ഷണം വേണം, ഈ നെയ്യപ്പങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരാമോ? കേശു ആ നെയ്യപ്പങ്ങളും എടുത്തുകൊണ്ട് സന്യാസിയുടെ പിന്നാലെ ചെന്നു. ആശ്രമത്തിലെത്തി. ഇവിടെ വളരെ ചൈതന്യവാനായ ഒരു ഗുരു ഉണ്ടായിരുന്നു. കേശു ചെന്ന് ഈ നെയ്യപ്പങ്ങൾ ഈ ഗുരുവിൻ്റെ മുന്നിൽ വെച്ചു. ഈ ഗുരുവാണെങ്കിൽ ഓരോ നെയ്യപ്പങ്ങൾ എടുത്ത് ഓരോരുത്തരുടെ കയ്യിൽ കൊടുക്കാൻ തുടങ്ങി. ഓരോരുത്തരും വളരെ ഭക്തിയോടെ വന്ന് നെയ്യപ്പങ്ങൾ വാങ്ങിക്കൊണ്ട് പോയി. കേശുവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 100 പേർക്ക് കൊടുത്തിട്ടും പിന്നെ ഈ നെയ്യപ്പങ്ങൾ പാത്രത്തിൽ ബാക്കി. പങ്കുവെക്കുന്നതിൻ്റെ സന്തോഷം അപ്പോഴാണ് കേശുവിന് മനസ്സിലായത്.